മലയാളികളായിട്ടുള്ള ഓസ്ട്രേലിയയിൽ സ്വന്തമായിട്ട് വീടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു കൺസേണാണ് ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 0.25% കൂടി എന്ന് പറയുമ്പോൾ ഒരു 500K ലോണുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾമോസ്റ്റ് $100 മന്ത്ലി എക്സ്ട്രാ റീപേയ്മെൻറ്റ് വരും. അതായത് ഒരു വർഷം $1200 എക്സ്ട്രാ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പെയിൻ ആണെന്ന് വെച്ചാൽ വലിയൊരു പെയിൻ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഓസ്ട്രേലിയയിൽ ഒരു നമ്മൾ വിചാരിക്കുന്നത് മൊത്തത്തിൽ എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത്. പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ 20% താഴെയുള്ള ആൾക്കാരെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഇത് 80% ആൾക്കാരെയും ഇതൊരു രീതിയിലും ബാധിക്കില്ല ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 35% ആൾക്കാർ ഓസ്ട്രേലിയയിൽ റെൻറ്റേഴ്സ്, ടെനൻസാണ്. അവർ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് 35%. അതിനകത്ത് 35%, 100 ആൾക്കാരാണ്, 35 ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുകയാണ്. ബാക്കിയുള്ള 75-ൽ 60% ആളുകൾക്കാണ് സ്വന്തമായിട്ട് വീടുള്ളൂ. 35 കഴിഞ്ഞാൽ 75 65 ഉള്ളൂ. 65%-ൽ 60% ആളുകൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് വീടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 60% ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്ന്. ഇല്ല, ഈ 60%-ൽ ഓൾമോസ്റ്റ് ഒരു 32% ആളുകളിൽ വീടിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ആളുകളാണ്. അതായത് ലോൺ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 35% ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അതിൽ പിന്നെ ഒരു 60%-ലൊരു 30-32% ആളുകൾക്ക് വീടിൻ്റെ ലോൺ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ബാക്കി ഒരു 27-28% ആളുകൾക്കാണ് ലോണുള്ളൂ. ഈ 28%-ൽ ഏകദേശം ഒരു 10-12% ആളുകൾക്ക് ലോണ് ഒരു ലെസ് ദാൻ 20-30% ലോണുള്ളൂ. അപ്പോൾ അവരെയും ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. ഇത് ബാധിക്കുന്നത് വളരെ 10-20% താഴെയുള്ള ആളുകൾക്ക് മാത്രം ആണ് ഇതൊരു സ്ട്രെസ്സായിട്ടൊരു പെയിനായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും? പ്രോപ്പർട്ടിയുടെ പ്രൈസ് കുറയുമോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റക്കാവോ എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. പല ആളുകളും മാർക്കറ്റിൽ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ ആക്ഷൻ എടുക്കാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ, കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ടുള്ള മാർക്കറ്റിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 10, 15, 20 ആൾക്കാർ ആ പ്രോപ്പർട്ടിക്ക് താല്പര്യം പ്രകടിപ്പിക്കും. അതിനകത്തൊരു 5-10 ആൾക്കാർ ഓഫർ സബ്മിറ്റ് ചെയ്യും. അതിനകത്ത് ഒരാൾക്കാണത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ 10 ആൾ ഓഫർ കൊടുക്കുന്നിടത്ത് 2-3 ആളുകൾ അല്ലെങ്കിൽ 4 ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ കാരണം പേടിച്ച് ഒന്ന് പിന്നേക്ക് മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ സീരിയസ് ആയിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ പാതി മനസ്സിൽ അങ്ങോട്ട് വേണം നിൽക്കുന്ന ആളുകളെ മാത്രമാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് സീരിയസ് ആയിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വരുന്നുള്ള ആളുകളെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരു പ്രോപ്പർട്ടിക്ക് തല്ലുകൊടുന്നതിന് പകരം 10 ആൾക്ക് പകരം 5 ആൾക്കാരാണ് അല്ലെങ്കിൽ 6 ആൾക്കാരാണ് ആ പ്രോപ്പർട്ടിക്ക് കോമ്പറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡീലിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് സീരിയസ് ആയിട്ടുള്ള ഹോം ബയേഴ്സിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് വേണം നമുക്കിതിനെ കരുതാനായിട്ട്. ഓക്കെ, അപ്പോൾ പല ആളുകളും ന്യൂസിലൊക്കെ പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എല്ലാവരും സ്റ്റക്കായി. ഇല്ല, എല്ലാവരും സ്റ്റക്കായിട്ടില്ല. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരെ മാത്രമാണ് ഇത് ബാധിക്കുന്നുള്ളൂ. മോർ ദാൻ 80% ആൾക്കാർ ഇതിനെക്കുറിച്ച് വെറിയുടെയല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാനീ പറഞ്ഞത് മുഴുവനായിട്ട് ബ്ലൈൻഡായിട്ട് എടുക്കേണ്ട, നിങ്ങളുടേതായ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ അത് ഹോൾഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും പ്രോപ്പർട്ടി അവർ താഴേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഐ എം സുദേശ്, വർക്കിംഗ് ആസ് എ ബയേഴ്സ് ഏജൻറ്റ്. ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക, ഈ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നല്ലതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സുമായിട്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത ആഴ്ച വേറെ ടോപ്പിക്കുമായിട്ട് കാണാം.